ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പാലക്കാട് നിന്ന് അദ്ദേഹം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, എത്തിയോ? അല്പസമയത്തിനകം ഏതാണ്ട് ഒരു 5-10 മിനിറ്റിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുട്ടനെല്ലൂരിലെ ഹെലിപ്പാഡിൽ കോപ്റ്റർ ഇറങ്ങും. അതിനുശേഷമായിരിക്കും ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരുക. ഇവിടെ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ, അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ BJP പ്രവർത്തകർ ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. SPGയുടെ കനത്ത സുരക്ഷാ സംവിധാനമാണ് കേരള പോലീസും SPGയും ഈ ഒരു ഘട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി കുറേ നേരമായി പ്രവർത്തകർ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. BJPയുടെ ജില്ലാ അധ്യക്ഷനടക്കമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ആ പ്രദേശത്തുണ്ട്. അതായത് ഈ കുട്ടനെല്ലൂരിലെ ആ ഹെലിപ്പാഡിന് സമീപത്ത് വെച്ച് BJP ജില്ലാ അധ്യക്ഷനടക്കമുള്ള ആളുകളായിരിക്കും സ്വീകരിക്കുക. അതിനുശേഷം ഇവിടേക്ക് ജനറൽ ആശുപത്രി പരിസരത്തേക്കായിരിക്കും സെന്റ് തോമസ് കോളേജ് വഴി അദ്ദേഹം എത്തിച്ചേരുക. ജനറൽ ആശുപത്രി പരിസരത്ത് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന തുറന്ന വാഹനത്തിലേക്ക് പ്രധാനമന്ത്രി കയറും. ശേഷം ആ വാഹനത്തിൽ ഒരു പക്ഷേ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ ഇവിടുത്തെ BJPയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാക്കളോ ഉണ്ടാകും. കൂടാതെ പത്മജ വേണുഗോപാൽ, ഇവിടുത്തെ NDA സ്ഥാനാർത്ഥി, അവരും ഈ റോഡ് ഷോയുടെ ഭാഗമായി പ്രധാനമന്ത്രി കയറുന്ന വാഹനത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു റോഡ് ഷോ ഉള്ളത്. പക്ഷേ അത് ഏതാണ്ടൊരു 1 മണിക്കൂർ നേരം പ്രധാനമന്ത്രി അത് പിന്നിട്ട ശേഷമായിരിക്കും, പ്രവർത്തകർ അഭിവാദ്യം ചെയ്ത് പിന്നിട്ട ശേഷമായിരിക്കും കൃത്യമായ രീതിയിൽ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിപ്പോവുക. അതിനുശേഷം ഈ ഇറങ്ങുമ്പോൾ ബിനി ടൂറിസ്റ്റ് ഹോമിന്, ബിനി ഹെറിറ്റേജിന് സമീപത്താണ് ഈ റോഡ് ഷോയുടെ സമാപനമുള്ളത്. ആ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.